ഈ സിനിമയിലെ കഥാപാത്രം താങ്കളുടെ ഒരു പ്രത്യേക സ്വാഗ് ഉണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ്. അതാണോ ഈ കഥാപാത്രം ചെയ്യാനായിട്ട് കമ്മിറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ? അത് എനിക്ക് തോന്നുന്നത് റഹ്മാൻകാട് ചോദിക്കേണ്ടി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ആ ഒരു ക്യാരക്ടർ അതിലുണ്ട്, പക്ഷെ നമ്മുടെ ഒരു പരിപാടി ക്യാരക്ടറല്ല അതിൽ ആലപ്പുഴ ജിംഖാന +2 ഒരു വിദ്യാർത്ഥി കുറച്ചും കൂടെ മിനിമലായിട്ട് പിടിക്കുന്നതാണ് തോന്നുന്നത് എനിക്ക്. പിന്നെ എല്ലാം റഹ്മാൻകാടെ ഒരു അനുഗ്രഹം. ഗണപതിയുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന മറ്റാരെക്കാളും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ള, പലരുടെയും പ്രായത്തിനേക്കാൾ വലുതാണ് ഗണപതിയുടെ എക്സ്പീരിയൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അധികം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ഈ പിള്ളേരുടെ കൂടെ അത്ര സെയിം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ വി ആർ സോ ഗ്രേറ്റ്ഫുൾ. ഈ ലുക്മാൻ ഉൾപ്പെടെ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, അതായത് കഥ മുഴുവനായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കില്ല. അതായത് അന്നൊക്കെ അന്ന് ഷോട്ടിന് മുമ്പേ അറിയുണ്ടാവുള്ളൂ എന്താ ഷൂട്ട് ചെയ്യാൻ പോണെന്നൊക്കെ. ആ പ്രോസസ്സിന്റെ കാര്യം എന്താ? അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് വലിയ ടെക്നിക്കായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇവര് വന്ന് ചോദിക്കുന്ന സമയത്ത് അടുത്ത സീനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്കും അറിയാൻ പറ്റില്ല ഇതെന്താണ് അടുത്ത. അപ്പോൾ ആലോചനകൾ നടക്കണ്ടാവുള്ളൂ. അപ്പോൾ അറിയില്ല, പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോളെ. നമ്മളൊരു ചാടക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസിനെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് പറയാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ടിന്റെ ഇല്ല, നമ്മൾ ഇതുവരെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല നിലവിൽ. അല്ല, അത് തന്നെയാണ് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പ്രൊജക്ട് പിക്ക് ചെയ്യാൻ കാരണം. അതാണ് ഇതുവരെ ചെയ്തതിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മൊത്തത്തിലുള്ള മൂഡ് വേറെയാണ് പടത്തിൻ്റെ. അത് തന്നെയാണ് എന്നെ എക്സൈറ്റ് ചെയ്തത് ഈ പ്രൊജക്ട്. അല്ല, അത് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ വീഡിയോകളും കിട്ടിയ എണ്ണവും എല്ലാം ഓർമ്മയുണ്ട്. അത് സ്ക്രീനിൽ കണ്ട എല്ലാവരും എനിക്ക് ഇടി കിട്ടുമ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം. എടുത്ത എഫേർട്ടുകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എന്നുള്ളത്. അതൊക്കെ പോയി. അല്ല, അത് എന്താന്ന് വെച്ചാൽ അത് 6 മാസത്തോളം ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അലി ഷിഫാസ് എന്ന് പറഞ്ഞ ട്രെയിനറായി ഞങ്ങൾ വർക്ക് ചെയ്തത്. അപ്പോൾ അവരൊക്കെ അങ്ങനെ അത്രയും പ്രഷർ വന്നുകൊണ്ട് വേറെ വഴിയിട്ടായില്ല. അങ്ങനെയായിരുന്നു. അല്ല, അങ്ങനെ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ആ ഷോട്ടിന് അത്രയും അങ്ങനെ ആ ടച്ച് അങ്ങനെ തോന്നണം, അങ്ങനെ ഷോർട്ടായിരിക്കും. അപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസിൽ എല്ലാം കൊടുത്തുകൊണ്ട് ഇത് സിനിമയാണല്ലോ, എല്ലാം ടച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് ജീവിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ 1-2 ഷോട്ടുകളിൽ ചിലപ്പോൾ സംഭവിക്കും. അപ്പോൾ ഇതിലും അങ്ങനെ ഒരു ഷോട്ടിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു നിർമ്മാതാവ് ഇന്ന് ആണ് ഇപ്പോൾ സിനിമ റിലീസായിട്ടേ ഉള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങളെ ആസ് എ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഇതിന് മുമ്പുള്ള സിനിമകളൊക്കെ വേറെ നിർമ്മാതാക്കളാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മാസാവസാനവും പുതിയ മാസങ്ങളിലോ ആണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ ചാർട്ട് പുറത്തേക്ക് വിടുന്നത്. അവരത് വിട്ടാലാണ് ഇനി എൻ്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എൻ്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ സംഭവിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഹൈദരൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്കതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ലാസ്റ്റ് ഒരു 6 മാസം 7 മാസമൊക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ അതിന്റെ സോഷ്യൽ എന്താണ് അതിനുള്ള ഇമ്പാക്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. നമുക്ക് നോക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷന്റെ ടോപ്പിലിരിക്കുന്നതും ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ എന്താണ് സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ അല്ലമാല പ്രേക്ഷകർ അത്രമാത്രം ഇഷ്ടപ്പെട്ട് ഏറ്റെടുത്തൊരു സിനിമയാണ്. ഇത്തരം ഒരു സബ്ജക്റ്റാണ് ഫാൻസിന് ആദ്യം ഭയം ഉണ്ടായിരുന്നത്, എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കും. ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 7 മണിക്കാണ് ഷോ ചെയ്തത്. ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് വരുമ്പോൾ എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കും, ഒരു ഭയപ്പാടുണ്ടായിരുന്നു.
സിനിമയുടെ ഒരു പോയിന്റിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഭയം തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മളുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മളൊരു സ്പോർട്സ് കോമഡി സിനിമയാണെങ്കിൽ പോലും, ഒരു സ്പോർട്സ് ജോണർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഒരു ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്പോർട്സ് സിനിമകളിൽ നിന്നെല്ലാം കുറച്ചെങ്കിലും മാറി നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അത്തരമുള്ള ഒരു ട്രൈയും കൂടെ നമ്മൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ത്രൂ ഔട്ട് ദ ഫിലിമിന്റെ പ്രോസസ്സിൽ നമ്മൾ വളരെ കോൺഫിഡന്റ് തന്നെയാണ്. ഇവരെ മെരുക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്ന പറയാം. പല വേറെ ഇന്റർവ്യൂടെ കണ്ടപ്പോഴാണ് റൈറ്റപ്പ് ഇവരെ ഒന്ന് മെരുക്കിയെടുക്കാൻ ആരും കുറെ കഷ്ടപ്പെട്ടു. കഷ്ടപ്പാട് മെരുക്കിയെടുക്കുക എന്നുള്ളതല്ല, അവരെ ഈ പറയുന്ന തരത്തില് ഒരു സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് തന്നെ അത് ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ഫിസിക്കിലേക്കും അവരുടെ ബോഡി ലാംഗ്വേജിലേക്കും അവരെത്തിക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വേറൊരു മീഡിയത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. ആ സമയം മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഒരുവിധം പോപ്പപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തി. ഏകദേശം ഒരു 6 മാസം നമുക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ സിനിമയാണെങ്കിൽ തന്നെയും അത് ഒരു ഐഡിയയിൽ വിശ്വസിച്ച് ഇറങ്ങുന്ന ഒരു കൂട്ടമാണല്ലോ. ഈ പ്രീ വർക്ക് എന്ന് പറയാൻ നേരത്ത് ബേസിക്കലി 6 മന്ത് സ്റ്റാർസ് തന്നെ ഇതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പൊ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് എന്ന അർത്ഥത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ നെസ്ലിനെ പോലെ ഇപ്പം പീക്കി നിൽക്കുന്ന ഒരാള് അയാളുടെ 6 മാസം ഇൻവെസ്റ്റ് ചെയ്യുവാണല്ലോ. അപ്പം ബേസിക്കലി അത് എങ്ങനെയായിരുന്നു നോക്കി കണ്ട ഒരു ഡയറക്ടർ? അത് ഭയങ്കര ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഒരു ആർട്ടിസ്റ്റ് നമ്മളെ അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഒരു 6 മാസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ റെഡി ആകുമ്പോൾ ഒരു ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഒരു കൂട്ടം ആളുകളുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും പേര് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ റെസ്പോൺസിബിലിറ്റി കൂടും. അവര് അത്രയും ഒരു എനിക്ക് തോന്നുന്നു സിനിമ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമ പ്രോപ്പറായിട്ട് എനിക്ക് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയും വിശ്വാസം സിനിമയോടും ബാക്കി കഥയോടും വന്നതും അവരതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിരുന്നു. നെസ്ലൻ ഇതുവരെ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള പോലെ എൻ്റെ ഫസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു നെസ്ലൻ. നമ്മൾ വേറെ ഒരു ആർട്ടിസ്റ്റുകളിലേക്കും അങ്ങനെ ഒരു ജോജോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടി പിച്ച് ചെയ്തിട്ടില്ല. എന്തോ അദ്ദേഹം അത് ആദ്യമായിട്ട് കേട്ടു, ഓക്കെ പറഞ്ഞു, പിന്നെ എല്ലാം കൂളായിട്ടുള്ളൂ. സിക്സ് പാക്ക് നായകനോ? അതൊട്ടിച്ചിട്ടില്ല. നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു എഫേർട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു നോർമൽ ക്രിഞ്ച് നായകൻ അല്ലെങ്കിൽ ഒരു റൊമാൻസ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന നായകനായിരുന്നു. അതിൽ നിന്നപ്പോൾ മാറി കുറച്ച് ഒരു ആക്ഷൻ ലെവലിലേക്ക് വളർന്നതായിട്ട് സ്ക്രീനിൽ കണ്ടതൊന്ന് ഫീൽ ചെയ്തായിരുന്നു. അത്ര എഫേർട്ട് ഫീൽ ചെയ്തു. അല്ല, ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞല്ലോ, ഞാൻ മാത്രമല്ല ഈ ജേണിയിൽ ഇവരെല്ലാവരും തന്നെ ആ കട്ടയ്ക്ക് കൂടുന്നത് കൊണ്ടാണ് ആ സ്ക്രീനിൽ അതിൻ്റെ ആ രസം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും അടിപൊളി ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ക്ലാസ്സിന് കൊണ്ടുപോകുന്നതാണോ? തീർച്ചയായിട്ടും. പിന്നെ നമ്മളുടെ ഡയലോഗ് റൈറ്റർ രതീഷ്, പിന്നെ ഈ കൂട്ടത്തിൽ ആരാ അതിന് ഒഴികെ നോർമലി ഇങ്ങനെ ഒരു ചിത്രങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാൽനിർമ്മാൻ പടം എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡാണ്, ആളുകൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. തലുമാലയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ഹൈപ്പ് ഉണ്ട്. പക്ഷേ ഇതിന്റെ ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോഴും ആളുകൾ അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. ആ ഒരു പ്രഷർ എപ്പോഴും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട്? പ്രഷറായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആ സമയത്തെല്ലാം നമ്മൾ സിനിമയുടെ പ്രോസസ്സിലായിരുന്നല്ലോ. അപ്പോൾ ആ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഫുൾ കോൺഫിഡൻ്റ് ആയിരുന്നു, നമ്മൾ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ പ്രഷറുകളൊന്നും അങ്ങനെ എഫക്റ്റ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് സ്പേസ് ഉണ്ടല്ലോ. ഇപ്പം റിക്കിന്റെ ഉള്ളിൽ നടക്കുന്ന പോർഷൻ ആണെങ്കിൽ ഷോർട്സ് ഒക്കെ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് അത് ഒരു പ്രീ റിഹേഴ്സലൊക്കെ ചെയ്ത് 1-2 തവണ ചെയ്ത് നോക്കിയിട്ട് ഷോർട്സ് ഫിക്സ് ചെയ്യുന്ന തരത്തിലേക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഓരോ ഷോർട്സും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ? റിങ്ങിന്റെ അകത്തുള്ള ഷൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി
ആക്ഷൻ കൊറിയോഗ്രാഫർ മിസ്റ്റർ ജോഫിൽ, അദ്ദേഹം ഇവിടെ ഉണ്ട്. സർ കൈപൊക്കുക പ്ലീസ്. അദ്ദേഹമാണ് നമ്മുടെ ബോക്സിംഗ് കൊറിയോഗ്രാഫി ഡിസൈൻ എല്ലാം ചെയ്തിട്ടുള്ളത്. ഇവരെല്ലാവരും ട്രെയിൻ ചെയ്തിട്ടുള്ള ജോഫിൽ തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ ജിംഷി ഖാലിദ് ഇവിടെ ഉണ്ട്. ഇവർ രണ്ടുപേർക്കുമാണ് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് പോകുന്നത്. പിന്നെ അത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള കൊറിയോഗ്രാഫി കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മളുടെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇവർക്ക് ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കളും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും തന്നെ നമ്മളുടെ കൂടെ വളരെയധികം കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഇവരെക്കാൾ കൂടുതലായിട്ട് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യും, കുറച്ചെങ്കിലും പ്രൊഫഷണലായിട്ട് ബോക്സിങ്ങിനെ ഫോളോ ചെയ്യുന്നവരാണ്. അവരോടൊക്കെ ഒരുപാട് താങ്ക്ഫുൾ ആണ് ഈ സിറ്റുവേഷനിൽ. കാരണം അവരൊന്നും ഇല്ലാതെ നമുക്കിത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ സെലക്ഷൻ ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ ഒന്ന് അപ്പുറത്തേക്ക് അവരുടെ സിനിമ വിജയിക്കുള്ളൂ. അതെങ്ങനെയായിരുന്നു അവരൊരു സെലക്ഷനിലേക്ക് എങ്ങനെയാണ് പോയത്? അവരെ സെലക്ട് ചെയ്യാൻ പറ്റിയത് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ബോക്സിംഗ് സഹജമായിട്ടുള്ള എല്ലാ നമ്മളുടെ റിസോഴ്സുകൾ ഡെവലപ്പ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും നമുക്കെല്ലാം കളക്റ്റീവായിട്ട് ചെയ്തത് എല്ലാം ജോഫിലാണ്. ജോഫിലിന്റെ സുഹൃത്തുക്കളുടെയും ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കേരളത്തിന്റെ ഡിഫറെന്റ് ഏരിയകളിൽ നിന്നുള്ള ഫൈറ്റേഴ്സാണ് അവരെല്ലാവരും. അതിൽ യദു, സനു, വൈഷ്ണവ്, അക്ബർ, അവരെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതിൽ കൂടാതെ അനഘയുടെ ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റീന എന്ന് പറയുന്ന പെൺകുട്ടി, അവരിപ്പോൾ മെരികോം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാണ്. സോ ഇവരിൽ ഇത്രയും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി ബോക്സിംഗ് അറിയാവുന്ന ആളുകളുടെ ഇൻവോൾവ്. മുണ്ട ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയാണ് അഭിനയിക്കുന്നത്. അതിന്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഏത് വിധത്തിലുള്ള ഷോർട്സും ചോദിക്കാം, എത്ര നേരം വേണമെങ്കിൽ അദ്ദേഹത്തിനോട് ഇനിയും കൂടുതൽ എന്താണ് ചെയ്യാനുള്ള സാധ്യതകൾ ചോദിക്കാം. പിന്നെ നസ്ലിനെ പോലുള്ള ഒരു ആക്ടർ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സൗകര്യം എന്താ? നസ്ലിൻ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗകര്യം. ഈ യങ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പം അവരുടെ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഇപ്പൊ പറയപ്പെടുന്ന ഈ ജനറേഷൻ ഗ്യാപ്പ് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഓവർകം ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്ലസ് പോയിന്റ്സ് ആണ്. യങ്സ്റ്റേഴ്സ് ആണ്, അവരുടെ എനർജി, അവരുടെ ടൈം എല്ലാം ഈ സിനിമയ്ക്കും എനിക്കും കിട്ടിയ പ്ലസ് പോയിന്റ്സ് ആണ്. ഈ സിനിമയിൽ ഒരു ഡയറക്ടർ മാത്രമല്ല, ഒരു നിർമ്മാണ പങ്കാളിയും കൂടിയാണ്. ഒരു 6 മാസത്തെ പ്രോസസ്സ് വേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ലവർ ബോയ് ആയിട്ടൊക്കെ നല്ല കോമഡിയൊക്കെ കളിച്ച് നടന്നിരുന്ന നസ്ലനെയാണ് ഒരു ആക്ഷൻ മൂടുള്ള തലത്തിലേക്ക് കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ പ്രോത്സാഹനത്തിനോടൊപ്പം തന്നെ ഒരുപാട് ശാസിച്ചിട്ടുണ്ടാവില്ലേ? മീൻസ് ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴൊക്കെ ഗൗരവം കാണിക്കാറുണ്ടോ? നസ്ലൻ എങ്ങനെ മാനേജ് ചെയ്തു? അല്ലെങ്കിൽ ഈസി ആയിരുന്നു? എല്ലാം ഓക്കെ എന്നായിരുന്നു? ഇല്ല, അങ്ങനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളൊരു 30 seconds 1 minute എക്സ്ട്രാ സ്പാർ ചെയ്യും. സ്പാർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സേഴ്സ് തമ്മിൽ പരസ്പരം ഇടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് സ്പാറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ബാക്കിയെല്ലാം ശരിയാവും. അല്ല, അവൻ നസ്ലന് വേറെ ഇടി കൊണ്ടിട്ടുണ്ടോ? എല്ലാം ക്യാമറ ട്രിക്കൽ കൊണ്ടേക്ക് കിട്ടിയല്ലോ. പിന്നെ നസ്ലനോടൊരു ചോദ്യം. ഇപ്പോൾ ആരാധകരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 4 സിനിമകൾ റിലീസ് ഉണ്ടായിരുന്നു. ക്ലാഷ് റിലീസ് എന്നൊക്കെ പറയും. അപ്പോൾ മമ്മൂക്കയുടെ ബസൂക്കയുണ്ട്. അപ്പോൾ നസ്ലൻ്റെ ആലപ്പുഴ ജിംഖാനയാണ് ഏറ്റവും പ്രമുഖ ചിത്രങ്ങളിൽ ഒന്ന്. പിന്നെ മമ്മൂക്കയുടെ ബസൂക്ക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ബസൂക്കയായിട്ടാണ് ക്ലാഷ് റിലീസ്. പക്ഷേ സിനിമ ഇൻഡസ്ട്രി എന്നുള്ള നില നോക്കുമ്പോൾ സൗഹാർദ്ദപരമായിട്ട് നമുക്ക് അതിനെ കാണാം. പക്ഷേ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണല്ലോ മമ്മൂക്ക, ഒരു നടൻ, വളർന്നൊരു നടൻ. അപ്പോൾ നസ്ലൻ ആദ്യമായിട്ടാണ് തോന്നുന്നു മമ്മൂക്കയുടെ ഒപ്പം ഒരു റിലീസ് വരുന്നത് നസ്ലൻ്റെ കരിയറിൽ. അപ്പോൾ ഈ ഒരു ക്ലാഷ് റിലീസിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ചിന്തിച്ചില്ല. ഒന്നാമത്തെ സമയം കിട്ടിയില്ല ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇപ്പോൾ ഇതിൻ്റെ തിരക്കിൽ നിന്ന് കഴിഞ്ഞിട്ട് വേണം ബസൂക്കയാണെങ്കിലും അരുണവാസാണെങ്കിലും മറ്റുള്ള സിനിമകളാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു മൊമെന്റിനെ എങ്ങനെ നോക്കിക്കാണും? തൊട്ടപ്പുറത്തെ തിയേറ്ററിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതങ്ങനെ ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. സെൻസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺമെൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അവരൊരു കാര്യം ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനൊരു നല്ല കാര്യം ഉണ്ടാവും, ചീത്തവശങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയക്ക് ഞാനൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ്.
ഞാൻ ക്രിയേറ്റീവായിട്ട് സിനിമകൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ പേഴ്സണലി അതിനോട് സെൻസർഷിപ്പിനോട് നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്ന് ചോദിച്ചാൽ, ആസ് എ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എനിക്ക് അതിനോട് ബുദ്ധിമുട്ടുണ്ട്, എതിർപ്പുണ്ട്. പക്ഷേ ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാനത് ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും സെൻസർഷിപ്പ് വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം നല്ല രീതിയിൽ, അത് മോശമാവാനോ ഒരാളുടെ ജോലി ഉപദ്രവിക്കാനോ ഉള്ള രീതിയിലല്ല. കാരണം സിനിമ എന്ന് പറയുന്ന ബിഗ് മീഡിയ ആണ്, ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നെഗറ്റീവായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഒരുപാട് പ്രൊപ്പഗണ്ട സിനിമകൾ കാണുന്നുള്ള ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ സെൻസർഷിപ്പിന് അതിൻ്റെതായ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അതിനോട് സെൻസർഷിപ്പിനോട് ഭയങ്കര എതിർപ്പാണ്. ഞാൻ ചെയ്യുന്ന സിനിമയോട് കത്തിവെക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ആ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗവൺമെന്റിന്റെ നിയമപരിധിക്കുള്ളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ എതിർ ദിശയിൽ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. സോ ഒരുപാട് ഡിസ്കഷൻസ് നടന്നു എന്നേ ഉള്ളൂ, അതിലൊന്നും ഇതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ല. ഞാനും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുകയാണ് എന്തായിരിക്കും അടുത്ത സിനിമ എന്നുള്ള. ഇനിയെങ്കിലും വേറൊരു സിനിമ ചെയ്യണം, നല്ലൊരു സിനിമ ചെയ്യണം എന്നൊരാഗ്രഹം. സോ താങ്ക് യു സോ മച്ച്.